Hello, very good morning. Welcome back to the online classes on digital signal processing. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇസഡ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇസഡ് ട്രാൻസ്ഫോമിലുള്ള പ്രോബ്ലംസ് ആണ്. സോ കണ്ടിന്യൂയിങ് ഫ്രം ദ ലാസ്റ്റ് ക്ലാസ്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മുടെ പ്രോബ്ലം തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റൈസ് ടു മൈനസ് എൻ. സോ ദിസ് ഇസ് എ ബേസിക് ഇക്വേഷൻ ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം. സോ ആസ് യു ക്യാൻ സീ ഹിയർ, x of z is the z transform of x of n. So the signal x of n, we have the signal x of n, and here capital X of z is the z transform of x of n. And in equation form, how we can find out x of z is given by x of z equal to sigma n equal to minus infinity to plus infinity x of n z raised to minus n. So where z is called as the complex frequency variable. But z ne nammal vilikkunnathu, it's a complex frequency variable. So we can substitute here r e raised to j omega instead of z in this equation, and we have seen the next form of the equation. So basically ഇവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഈ ഫസ്റ്റ് ഇക്വേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വി ക്യാൻ റീറൈറ്റ് ദാറ്റ് ഇക്വേഷൻ സോ ദാറ്റ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദി പ്രോബ്ലം. ഇത് ഈ ഇക്വേഷൻ നമ്പർ 1 ആണ് നമുക്കിവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ടാവുക. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ഒന്നിവിടെ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് സീക്വൻസസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് റൈറ്റ് ഹാൻഡഡ് സീക്വൻസ്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡഡ് സീക്വൻസ്, മൂന്നാമതായി 2 സൈഡഡ് സീക്വൻസ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുമായിട്ട് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള പ്രോബ്ലംസ് ഓരോ ടൈപ്പിൽ നമുക്ക് ചെയ്യാം. സോ ബേസിക്കലി so here looking at this final form, or based on the equation number 1, we can write capital X of z is equal to z transform of x of n. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതെന്ന് പറയുന്നത് x of n ആയിരിക്കും. ഈ x of n ൻ്റെ z ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് ക്യാപിറ്റൽ X of z. അപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ X of z കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ബേസിക് ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1 ഇതിനെ ബേസ് ചെയ്ത് ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സമ്മേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ X of z കണ്ടുപിടിക്കാം.
So we first study about the Z transform of a finite duration sequence. Z transform of a finite duration sequence. ഇവിടെ ഫൈനൈറ്റ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സാമ്പിൾസ് ആണ്. സാമ്പിൾസ് ഫൈനൈറ്റ് വാല്യൂസ് ആണോ, ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണോ എന്നുള്ളതാണ് ഇവിടെ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് 3 ടൈപ്സ് ഓഫ് sequences. One is the right hand sequence, then second one is the left hand sequence, and third one is the two-sided sequence. So let us first see what is meant by a right-handed sequence. Right-hand sequence. So in the right-hand sequence, we have values. That is, we have values, only positive values and values at 0. So we can, as a definition, we can say that a right-hand sequence is one for which x of n is equal to 0 for all n less than n0, where n0 is positive or negative but finite. And if again if n0 is greater than or equal to 0, the resulting sequence is causal or positive time sequence. So we can write a right hand sequence is one for which x of n equal to 0 for all n less than n0. ഇപ്പോൾ ഇവിടെ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. സോ ഇവിടെ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഇത് മീൻ ചെയ്യുന്നത് എക്സ് ഓഫ് എൻ്റെ വാല്യൂ 0 ആയിരിക്കും എൻ ലെസ് ദാൻ n0 ആവുന്ന പോയിന്റ്. ഇവിടെ n0 എന്ന് പറയുന്നത് ദ ക്യാൻ ബി ഈക്വൽ ടു 0 ഓർ ദ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 0. സോ ആൻഡ് if it is greater than or equal to 0, then the resulting sequence is a causal or a positive time sequence. കാരണം ഇവിടെ കോസൽ സീക്വൻസ് നമ്മൾ അല്ലെങ്കിൽ കോസൽ സിഗ്നൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, അതായത് പാസ്റ്റ് ഇൻപുട്സ് ഇല്ല എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പാസ്റ്റ് ഇൻപുട്സ് ഉണ്ടാവില്ല. അപ്പോൾ സോ ദെയർഫോർ when n0 is equal to 0 and we say that when x of n is equal to 0 for all n less than n0, then we only have the positive sequences. നമുക്കിത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന പോയിന്റ് അടുത്ത ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവും. സോ റൈറ്റ് ഹാൻഡ് സീക്വൻസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം നമുക്കിവിടെ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ, ഫൈൻഡ് Z ട്രാൻസ്ഫോം ആൻഡ് ROC region of convergence of the causal sequence. So given the signal is x of n is equal to 1, 0, 3, -1, 2 with the origin at 1. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് ഇതൊരു പോസിറ്റീവ് സീക്വൻസ് ആണ് അല്ലേ. ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ആരോ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ ഒറിജിൻ. സോ അറ്റ് ഒറിജിൻ, ദാറ്റ് ഈസ് അറ്റ് n equal to 0, the value is 1. At n equal to 1, the value is 0. And n equal to 2,
the value is 3. At n equal to 3, the value is minus 1. At n equal to 4, the value is 2. ഇവിടെ നമുക്ക് പറയാം x of 0 is equal to 1, x of 1 equal to 0, x of 2 equal to 3, x of 3 equal to minus 1, x of 4 equal to 2. അപ്പോൾ x of 4 വരെയുള്ള വാല്യൂസ് നമുക്കിവിടെ എഴുതാം. സോ ഇവിടെ ഇത്തരത്തിലൊരു സീക്വൻസിനെയാണ് നമ്മൾ പോസിറ്റീവ് സീക്വൻസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ. n ഈക്വൽ ടു 0 മുതൽ +1 +2 +3 +4, അതായത് 0 1 2 3 4. ഇപ്പോൾ പോസിറ്റീവ് സാമ്പിൾസ് മാത്രം. ഈ സാമ്പിൾ നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം ഇവിടെ സാമ്പിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേ ഉള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ഒറിജിനിൽ 1 ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഒറിജിനിൽ 1, ദെൻ 0, ഇപ്പോൾ ഒറിജിൻ 0ൽ 1, 1ൽ 0, അടുത്തത് 2ൽ 3 ആണ്. ഇങ്ങനെ ഉണ്ടാവും ഏകദേശം. ഇതാണ് 3 എന്ന് വിചാരിക്കാം. ഇപ്പോൾ 1 0 3, ദെൻ അടുത്തത് അറ്റ് 3 ദാറ്റ് വാല്യൂ ഈസ് -1. സോ ദാറ്റ് ഈസ് ലൈക്ക് ദിസ്, ഇസ് -1 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട്. ദാറ്റ് ഈസ് -1. At 3 the value is -1. Zero, 1, 2. So at 3 the value is -1, and at 4 the value is 2. 4 the value is 2, somewhat like this. ഇതാണ് നമുക്ക് സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ സാമ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സീക്വൻസ് ആണ് അല്ലേ. കാരണം ഇവിടെ 0 മുതൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് വാല്യൂസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ല. ഇപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മാത്രമേ വാല്യൂസ് ഉള്ളൂ. സോ അത്തരം സീക്വൻസിനെ നമുക്ക് റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് എന്ന് പറയാം. സോ വി കോൾ ദാറ്റ് ആസ് എ റൈറ്റ് ഹാൻഡ് സീക്വൻസ്. ദാറ്റ് ഈസ് എ റൈറ്റ് ഹാൻഡ് സീക്വൻസ് ഈസ് 1 ഫോർ വിച്ച് x of n is equal to 0 for all n less than n0. So here in this case n0 equal to 0. Here in this case we can say that n0 equal to 0, n0 equal to 0. അപ്പോൾ ഇവിടെ 0-നേക്കാളും ലെസർ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണ്. സോ when n less than n0, so the value of x of n equal to 0 for n less than n0, where n0 equal to 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം സാമ്പിൾ 0ക്ക് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. സോ ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ ഫോർ n ലെസ് ദാൻ n0 ഈസ് ഈക്വൽ ടു 0, ആൻഡ് ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് വാല്യൂസ് ഫോർ n ഗ്രേറ്റർ ദാൻ n0. അപ്പോൾ n0-നേക്കാളും കൂടുതൽ അത് പോസിറ്റീവ് വാല്യൂസ്. 0 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ്. ഇപ്പോൾ n0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇവിടെ n-ൻ്റെ വാല്യൂ n0-ക്കാളും കൂടുതലാണെങ്കിൽ it has positive values, that is at 1, at 2, at 3, at 4, so on. So I think you have understood the meaning of a right hand sequence, and let us proceed with the problem. ഇപ്പോൾ ഇവിടെ നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ROC കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ Z ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ X ഓഫ് Z. സോ given small x of n, you have to find out capital X of Z, okay, from the theory. So ഇവിടെ തിയറി നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് capital X of Z ഇവാലുവേറ്റ് ചെയ്യാം. So let us see the various steps. Okay, so solution.
So we know that നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് സീക്വൻസിനുള്ള എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. സോ ഈ എക്സ് പ്ലസ് ഓഫ് ക്യാപിറ്റൽ എക്സ് പ്ലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇസഡ് റേസ് ടു മൈനസ് n. സോ ഈ ഇക്വേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ ഇക്വേഷൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ ബേസിക് ഇക്വേഷൻ തന്നെയാണ്. സോ വി ഹാവ് റിട്ടൺ ദിസ് ഇക്വേഷൻ ഫ്രോം ദി ബേസിക് ഇക്വേഷൻ. സോ ആസ് യു നോ ദി ബേസിക് ഇക്വേഷൻ ഇസ് capital x of z is equal to sigma n equal to minus infinity plus infinity x of n z raised to minus n. So since n is equal to 0 to infinity, we can change this limit from n equal to 0 to infinity, then we only have the positive values. So the values will be positive. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ലിമിറ്റ് മാറ്റിയിട്ട് ഇവിടെ n equal to minus infinity പകരം ഇത് 0 തൊട്ട് ഇൻഫിനിറ്റി ആക്കുകയാണെങ്കിൽ, so then we call this as a positive sequence. So this becomes x plus of z. So ഈ ഇക്വേഷനാണ് നമ്മൾ അപ്പുറത്തേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നത്. So that is ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. Okay, that is x plus of z equal to n equal to 0 to infinity x of n z raised to minus n. X plus of capital X of z, which is the z transform of the positive sequence x of n. So is equal to sigma n equal to 0 to infinity x of n z raised to minus n. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. So we know that capital X plus of z, x plus of z, നൊട്ടേഷനിൽ ഞാൻ സഫിക്സ് സൂപ്പർഫിക്സാണ് ഉപയോഗിക്കുന്നത്. സഫിക്സ് ആക്കിയാൽ മതി. ഇവിടെ ഇതാണ് സഫിക്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. സോ എക്സ് പ്ലസ് ഓഫ് z ഈക്വൽ ടു സിഗ്മ n equal to 0 to infinity x of n z raised to minus n. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എക്സ് ഓഫ് എൻ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. എക്സ് ഓഫ് എൻ്റെ വാല്യൂസ് തന്നിട്ടുള്ളത് 1 0 3 -1 2. സോ ഇവിടെ ഓരോ വാല്യൂസ്, അതായത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 1, എക്സ് ഓഫ് 1 ഈക്വൽ ടു 0, എക്സ് ഓഫ് 2 ഈക്വൽ ടു 3, എക്സ് ഓഫ് 3 ഈക്വൽ ടു -1, എക്സ് ഓഫ് 4 ഈക്വൽ ടു 2. അപ്പം നമുക്ക് ആ വാല്യൂസ് ഒന്ന് ഇവിടെ എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഈക്വേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ ലെറ്റ് us try to expand this equation. So expand ചെയ്യുക. So we can write expanding that is substituting values from n equal to 0 to infinity in this equation. So substitute values n equal to 0 to infinity in this equation. You can expand the sequence or the series. That is x plus of z is equal to x of 0 z raised to 0, x of 0 z raised to 0 plus x of 1. ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ z raised to -0 എന്ന് പറഞ്ഞാൽ that is same as z raised to 0. അതുകൊണ്ട് ഇവിടെ ഞാൻ ഡയറക്റ്റ് ചെയ്ത് z raised to 0 എന്ന് തന്നെ എഴുതി. പ്ലസ് x of 1 z raised to -1, z raised to -1, then plus x of 2 z raised to -2, z raised to -2, then plus x of 3 z raised to -3, then plus x of 4 z raised to -4 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇത്രയും നമുക്ക് സാമ്പിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാവും.
എക്സ് ഓഫ് 4 വരെയുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 0, 1, 2, 3 അപ് ടു 4. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സീരീസ് എക്സ് ഓഫ് 4 വരെ എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ നിർത്താം. പക്ഷേ ഇതിൻ്റെ റൈറ്റിലേക്ക് ടേംസ് ഇവിടെ ഉണ്ടത് ജനറൽ ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് ഉണ്ടെന്നുള്ളത് കാണിക്കട്ടെ. കാരണം സമ്മേഷനിൽ വീണ്ടും n=0 ടു ഇൻഫിനിറ്റി വരെ ഇവിടെ വാല്യൂസ് ഉണ്ട്. സോ ഇത്രയും സീരീസ് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ ദ സീക്വൻസ് വാല്യൂസ് ആർ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ദി sequence values are x of 0 equal to 1. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് അറിയാം. n-നെ 0 ഇടുന്ന സമയത്ത് when n equal to 0, this is x of 0, the value of x of 0 that is at the origin, that is 1. So we can write x of 0 equal to 1. Then next is x of 1. x of 1 equal to x of 1 എത്രയാണ്? x of 1 എന്ന് പറയുന്നത് that is 0. x of 1 is equal to 0. Okay, so x of 1 is equal to 0. Then x of 2 is equal to 3. Then x of 3 equal to -1. Then x of 4 is equal to 2. നമ്മുടെ വാല്യൂസ് കിട്ടി. ഈ വാല്യൂസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ, എബവ് ഇക്വേഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂസ് ഇൻ ദി എബവ് ഇക്വേഷൻ. സോ ലെറ്റ് ഇറ്റ് ബി സം ഇക്വേഷൻ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വാല്യൂസ്, substitute the values in the above equation. ഇവിടെ എന്താ ചെയ്യേണ്ടത്? വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ എക്സ് ഓഫ് 0 ഈക്വൽ ടു 1, ദെൻ എക്സ് ഓഫ് 1 ഈക്വൽ ടു 0, ദെൻ എക്സ് ഓഫ് 2 ഈക്വൽ ടു 3, എക്സ് ഓഫ് 3 ഈക്വൽ ടു -1, എക്സ് ഓഫ് 4 ഈക്വൽ ടു 2. ഇപ്പോൾ വാല്യൂസ് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമുക്കെടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം z raised to 0, any number raised to 0 is 1. So z raised to 0 is 1. So first term is x of 0. So x plus of z capital X plus of z equal to x of 0. നമുക്ക് ഒന്നുകൂടെ എഴുതിയിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. x of 0, then next is plus x of 1 z raised to -1 plus x of 2 z raised to -2 plus x of 3 z raised to -3 plus x of 4 z raised to -4 plus etc. So therefore x plus of z can substitute the value of x of 0. x of 0 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? x of 0 ഇവിടെ തന്നിട്ടുള്ളത് 1 എന്നാണ്. x of 0 equal to 1. So that is
1. First term is 1. X of 0 is 1. So 1 plus. അടുത്തത് x of 1 എത്രയാണ്? What is x of 1? Let us see. X of 1 is equal to 0. So 0 into z raised to minus 1. That is 0. ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്ത തേർഡ് ടേം ആണ് വരിക. തേർഡ് ടേം എന്ന് പറയുന്നത് x of 2. x of 2യുടെ വാല്യൂ എത്രയാണ്? x of 2ൻ്റെ വാല്യൂ that is equal to 3. x of 2 equal to 3. 3 into z raised to minus 2. z raised to minus 2 plus അടുത്തത് x of 3 ആണ്. So what is x of 3? x of 3യുടെ വാല്യൂസ് എന്ന് പറയുന്നത് that is equal to minus 1. x of 3 is equal to minus 1. So minus 1 ആയതുകൊണ്ട് x of t is minus 1. So that is x of 3 is minus 1. So that is minus 1 into z raised to minus 3. That is minus z raised to minus 3. ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം. minus 1 into z raised to minus z raised to minus 3 plus x of 4 plus x of 4. x of 4ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോ ഇവിടെ x of 4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് that is equal to 2. x of 4 equal to 2. So 2 into, so 4 that is 2 into z raised to minus 4 plus etc. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എക്സ് പ്ലസ് ഇസെഡ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസെഡ് ഈക്വൽ ടു ആദ്യത്തെ ടേം 1 അങ്ങനെ തന്നെ 1 പ്ലസ് 3z റേസ് ടു മൈനസ് 2, 3z റേസ് ടു മൈനസ് 2. അടുത്തത് മൈനസ് 1 ഇൻറ്റു z റേസ് ടു മൈനസ് 3 വിച്ച് ഇസ് മൈനസ് z റേസ് ടു മൈനസ് 3. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. സോ മൈനസ് z റേസ് ടു മൈനസ് 3 മൈനസ് z റേസ് ടു മൈനസ് 3. അടുത്ത ലാസ്റ്റ് ടേം 2 പ്ലസ് 2z റേസ് ടു മൈനസ് 4. ഇപ്പോൾ ഇവിടെ ജനറൽ ഇക്വേഷൻ കഴിഞ്ഞാൽ നമുക്കിവിടെ ലീവ് ചെയ്യാം. കാരണം ഇവിടെ റിമൈനിങ് ടേംസ് 0 ആണ്. കാരണം ഇവിടെ ഹിയർ ദി ഗിവൺ സീക്വൻസ് ഹാസ് ഓൺലി വാല്യൂസ് അപ് ടു 2. ദാറ്റ് ഈസ് ഇവിടെ x of 0, x of 1, x of 2, x of 3, x of 4. x of 5 is 0, x of 6 0, x of 7 0, x of 8 0. So the remaining values, positive values are remaining positive values after x of 4 is 0. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈനിങ് വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് സീരീസ് അവസാനിപ്പിക്കാം. z റേസ് ടു മൈനസ് 2, z റേസ് ടു മൈനസ് 4 കൊണ്ട് സീരീസ് അവസാനിച്ചു. റൈറ്റിലേക്ക് 0 ആണ്. സോ പ്ലസ് വിച്ച് ഈസ് ആക്ച്വലി പ്ലസ് 0 എന്നാണ് അങ്ങോട്ടേക്ക്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3z റേസ് ടു മൈനസ് 2 മൈനസ് z റേസ് ടു മൈനസ് 3 പ്ലസ് 2z റേസ് ടു മൈനസ് 4. ഓക്കെ, എക്സ് പ്ലസ് ഓഫ് z. ഓക്കെ, സോ നമുക്ക് ഈ സീക്വൻസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്താണെന്നുള്ളത്. റീജിയൻ ഓഫ് കൺവേർജൻസ് എടുക്കുകയാണെങ്കിൽ സോ ഈ ഇക്വേഷൻ എടുത്താൽ എങ്ങനെ എഴുതാം? ഇതിനെ എഴുതാം 1 പ്ലസ് 3 ഡിവൈഡ് ബൈ z സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. z റേസ് ടു മൈനസ് 2 ഇസ് സെയിം ആസ് 1 ബൈ z സ്ക്വയർ. സോ നമുക്കൊന്ന് ജസ്റ്റ് എഴുതാം. സോ വിച്ച് ഈസ് 1 പ്ലസ് 3 ഇൻറ്റു 1 ബൈ z സ്ക്വയർ. ഇങ്ങനെ എഴുതണമെന്നില്ല, കാരണം ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഫൈനൽ ആൻസർ ഇവിടം വരെ എത്തി. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ROC എന്താണെന്നുള്ളത്, റീജിയൻ ഓഫ് കൺവേർജൻസ് എന്താണെന്നുള്ളതൊന്ന് ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 3 ഇൻറ്റു 1 ബൈ z സ്ക്വയർ മൈനസ് 1 by z raised to 3 plus 2 divided by z raised to 4 അല്ലേ, z raised to 4.
or this is equal to 1 plus 3 divided by z square minus 1 by z cube plus 2 by z raised to 4. ഇപ്പോൾ ഇവിടെ നമുക്ക് values, so you can say that describe that x plus of z, so x plus of z converges, ഇവിടെ convergence ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So x plus of z converges for all values of z at z except at z equal to 0. So the series x of z converges for all values of z except z equal to 0. കാരണം ഇവിടെ z is equal to 0 ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതെന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും അല്ലേ. 3 ഡിവൈഡ് ബൈ z സ്ക്വയർ എന്ന് പറയുന്നത്, സോ ദാറ്റ് ഇസ് ബൈ 3 ബൈ 0 ആവും, മൈനസ് 1 ബൈ 0 പ്ലസ് 2 ബൈ 0 എന്ന് വരും ഇവിടെ. അപ്പോൾ ഈ ടേംസ് ഇവിടെ ഇതെല്ലാം ഇൻഫിനിറ്റ് ആവും. അപ്പോൾ 1 പ്ലസ് ഇൻഫിനിറ്റി, സോ 1 പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി, സോ ദാറ്റ് ഇസ് സെയിം ആസ് ഇൻഫിനിറ്റി. സോ ദി എൻറ്റയർ ടേം ബിക്കംസ് ഇൻഫിനിറ്റി. ഇതെല്ലാം ഇൻഫിനിറ്റി ആയി മാറും. സോ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അത് എന്താണ്, ഡൈവേർജ് ചെയ്തു പോവാണ്. സോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂയിലേക്ക് ഡൈവേർജ് ചെയ്യാണ്, കൺവേർജ് ചെയ്യല്ല. സോ വി ക്യാൻ സേ ദാറ്റ് വെൻ ദി വാല്യൂ ഓഫ് when the value of z is equal to 0, x plus of z, the series x plus of z tends to infinity. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്, that does not converge. So hence the in statement form we can write that is the x plus of z, capital X plus of z converges for all values of z, all values of z except at z equal to 0. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. കാരണം ഇനി ഇസഡിന് 0 അല്ലാത്ത വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം സീരീസ് കൺവേർജ് ചെയ്യുമെന്ന്. സോ സപ്പോസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1, ഇസഡിൻ്റെ വാല്യൂ 1 ഇട്ടാൽ ഇവിടെ എന്ത് പറ്റും? ദാറ്റ് ബിക്കംസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ബൈ 1 പ്ലസ് 2 ബൈ 1. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 1 കിടക്കുന്നുണ്ട്, ദാറ്റ് ഇസ് സെയിം ആസ് 1 പ്ലസ് 3 മൈനസ് 1 പ്ലസ് 2. സോ ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് വാല്യൂ. എന്തായാലും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് അല്ല. So we can say that the series will converge for z, the value of z equal to 1. ഇനി z വാല്യൂ 2 ഇട്ട് നോക്കാം. z വാല്യൂ 2 ഇടുകയാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ വിച്ച് ഇസ് 4, 1 ബൈ 2 സ്ക്വയർ ദാറ്റ് ഇസ് 8, then 1 ബൈ 2 z റേസ് ടു ദാറ്റ് ഇസ് 16. സോ അവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ലാർജർ വാല്യൂ ആയതുകൊണ്ട് വീണ്ടും ഈ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും, ഇൻഫിനിറ്റി അല്ല, അത് കൺവേർജ് ചെയ്യും, ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. കാരണം ഇവിടെ 1 പ്ലസ് ഈ റൈറ്റ് ഹാൻഡ് ടേംസ് എടുക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ ഡെസിമൽ കിട്ടിയാലും ഇവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്കുണ്ട്, ഒരു ഫിക്സഡ് വാല്യൂ, ഒരു ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് അല്ലാത്ത ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എക്സ് പ്ലസ് ഓഫ് ഇസഡ് കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് എക്സെപ്റ്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു 0. അറ്റ് ഇസഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഡിനോമിനേറ്റർ 0 വരും എല്ലാ ടേമിലും. അപ്പോൾ 0, എനി വാല്യൂ ബൈ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. So that the entire right hand term becomes infinity. So it does not converge. So it does not converge at 0, but it converges for all values of z other than z equal to 0. ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇത് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണ്. ഇത്തരത്തിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ് ഒരു പ്രോബ്ലം ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ് So in a left hand sequence x of n is 1 for which x of n is equal to 0 for all n greater than or equal to n0. അപ്പോൾ നേരത്തെ നമ്മൾ റൈറ്റ് ഹാൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് വി സെറ്റ് ദാറ്റ് എക്സ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ n0 ആയിരുന്നു. അപ്പോൾ ലെസ് ദാൻ n0 ആയതുകൊണ്ട് ഇവിടെ വി യൂസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. സോ എ ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ്
a left hand sequence, x of n is 1 for which x of n is equal to 0 for all n greater than or equal to n0, where n0 is positive or negative but finite, where n0 is positive or negative but finite. Okay, this is a problem edukam. So write down a problem and we can clearly understand what is meant by a left-hand sequence from the problem. So question, find the Z transform and ROC of the anti-causal sequence So given x of n equal to minus 3, minus 2, minus 1, 0, 1 with origin at 1. ഇവിടെ നമുക്ക് ഒരു ആൻറ്റി കോസൽ സീക്വൻസാണ് തന്നിരിക്കുന്നത്. ആൻറ്റി കോസൽ സീക്വൻസ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം n equal to x of n equal to 0 for all n greater than or equal to n0. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൻ്റെ കേസിൽ n0 എന്ന് പറയുന്നത് 0 ആണ്. സോ ടേക്കിംഗ് n0 equal to 0. സോ n0 equal to 0 ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ n0 equal to 0 ആണ്. സോ വി ക്യാൻ ടേക്ക് ദിസ് n0 equal to 0 which is the origin. സോ ഇവിടെ n0 equal to 0 ആയതുകൊണ്ട് we can write n greater than or equal to 0. So x of n is equal to 0 for all n greater than or equal to 0. So x of n equal to 0 for all n greater than or equal to 0. അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം n ലെസ്സർ ദാൻ 0 ആവുന്ന സമയത്ത് വാല്യൂ ഉണ്ട് അല്ലേ? ഇവിടെ n ലെസ്സർ ദാൻ 0 ആവുന്ന സമയത്ത്, അതായത് മൈനസ് 0-ലുണ്ട് വാല്യൂ, -1-ലുണ്ട്, -2-ലുണ്ട്, -3-ലുണ്ട്, -4-ലുണ്ട്. അതേസമയം 0-ലും വാല്യൂ ഉണ്ട് ഇവിടെ, പക്ഷേ പോസിറ്റീവ് വാല്യൂസ് ഇല്ല. അതായത് n equal to 1-ലില്ല, 2-ലില്ല, 3-ലില്ല, 4-ലില്ല. സോ hence we can say that x of n is equal to 0 for all n greater than or equal to 0. So such a sequence is called as a left-hand sequence and or otherwise called as anti-causal sequence. Left-hand sequence-നെയാണ് നമ്മൾ ആൻറ്റി-കോസൽ സീക്വൻസ് എന്ന് പറയുന്നത്. കോസൽ സീക്വൻസ് എന്ന് പറയുന്നത്, കോസൽ സീക്വൻസ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഡീൽ ചെയ്തത് കോസൽ സീക്വൻസ് ആണ്. അതേസമയം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ആൻറ്റി-കോസൽ സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് ദി സൊല്യൂഷൻ ഓഫ് ദി ആൻസർ ഹൗ ടു. സോ സെയിം സ്റ്റെപ്സ് വി ക്യാൻ യൂസ് ഇക്വേഷൻ. വിൽ യൂസ് ദ ബേസിക് ഇക്വേഷൻ. അവിടെ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോസിറ്റീവ് സാമ്പിൾസ് ഉള്ളതുകൊണ്ട് എക്സ് പ്ലസ് ഓഫ് ഇസഡ് നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് സാമ്പിൾസ് ഉണ്ട്, 0-ലും സാമ്പിൾ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നെ എഴുതാം. ജനറൽ ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ദി ജനറൽ ഇക്വേഷൻ ഫോർ സോൾവിങ് ദിസ് പ്രോബ്ലം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് is equal to sigma n is equal to minus infinity to plus infinity x of n z raised to minus n. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ നമ്പർ 1. സോ ദിസ് ഈസ് ദ
general equation. So we will use this general equation to solve the problem. So that is x of z, capital X of z equal to sigma n equal to minus infinity to plus infinity x of n z raised to minus n. So hence we have used the general equation, that is x of z is equal to sigma n equal to minus infinity to plus infinity x of n z raised to minus n. പിന്നെ നമുക്ക് തിരിച്ച് പ്രോബ്ലത്തിൽ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് അറിയണം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സീരീസ് എക്സ്പാൻഡ് ചെയ്യണം. സോ ഇവിടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് x of 0 is equal to 1, x of minus 1 equal to, when n equal to minus 1 and n equal to 0, the value is x of 0. So x of 0, the sample value is 1. Then x of, when n equal to minus 1, the sample value or amplitude is 0. When n equal to minus 2, the value x of minus 2 is equal to minus 1. Then n equal to minus 3, the value is x of minus 3 equal to minus 2. So on. അപ്പോൾ നമുക്കിവിടെ ഓരോന്ന് സാമ്പിൾ വാല്യൂസ് എഴുതാം. സോ ഗിവൺ സീക്വൻസ് വാല്യൂസ് ആർ given sequence values are x of 0 എഴുതാം. x of 0 equal to എത്രയാണ്? x of 0 equal to 1. x of 0 equal to 1. Then അടുത്തത് x of പോസിറ്റീവ് വാല്യൂസ് ഇല്ല, അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടില്ല, നെഗറ്റീവ് വാല്യൂസ് മാത്രമാണ്. സോ അടുത്തത് x of 0 കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് x of minus 1. സോ x of minus 1 equal to എത്രയാണ്? x of minus 1 equal to 0. x of minus 1 equal to 0. ഇത് x of 0 ആണെങ്കിൽ that is n equal to 0യിലാണ് x of 0. Then അതിൻ്റെ തൊട്ട് ലെഫ്റ്റുള്ള സാമ്പിൾ that is n equal to minus 1ലാണ്. n equal to minus 1, that is x of minus 1 equal to 0. So x of minus 1 equal to 0. Then the next sample is x of minus 2 അല്ലേ? x of minus 2 equal to, ഇവിടെ നമുക്ക് സീക്വൻസ് നോക്കാം. എന്താണ് x of minus 2? സോ x of minus 2 എന്ന് പറയുന്നത് minus 1ൻ്റെ തൊട്ടിപ്പുറത്തുള്ള സാമ്പിൾ ഇത്, that is equal to minus 1. So x of minus 2 is equal to minus 1. Then അടുത്തത് x of minus 3 equal to, x of minus 3 എത്രയാണ്? x of minus 3 is equal to minus 2. Then അടുത്തത് x of minus 4 equal to, സാമ്പിൾ എത്രയാണ്? x of minus 4, സാമ്പിൾ is minus 3 അല്ലേ? x of minus 4, the sample is minus 3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് സാമ്പിൾസ് എഴുതാൻ പറ്റിയിട്ടുണ്ട്. Then substituting these values in the above equation, you can substitute these values in the above equation. So equation 1 തന്നെ നമുക്ക് എഴുതാം. So substitute the values in equation number 1. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ആൻഡ് സീരീസ് നമുക്കിവിടെ സീക്വൻസ് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യാം, സീരീസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? ഗെറ്റ് ക്യാപിറ്റൽ X of Z is equal to സമ്മേഷൻ്റെ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് x of 0, then x of minus 1, then x of minus 2, x of minus 3 and x of minus 4. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ വാല്യൂസ് ഉള്ളതെന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയി മാറും. ഇൻസ്റ്റെഡ് ഓഫ് ഇൻഫിനിറ്റി, since you don't have any positive values, so
സോ ദിസ് വിൽ ചേഞ്ച് ഫ്രം പ്ലസ് ഇൻഫിനിറ്റി ടു 0. അപ്പോൾ ഇവിടെ 0 വരെയുള്ള വാല്യൂസ് ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ കാണിക്കണമെന്നില്ല, കാരണം അത് ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് അവിടെ കാണിക്കണമെന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് മീൻസ് ദാറ്റ് ഇവിടെ n ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 വരെ നമുക്ക് സാമ്പിളിന് വാല്യൂ ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സ് ഓഫ് 1 പോസിറ്റീവ് വാല്യൂസ്, അത് ഇവിടെ +1 തൊട്ട് ഇൻഫിനിറ്റി വരെയും പ്ലസ് ഇൻഫിനിറ്റി വരെയും വാല്യൂസ് ഉണ്ടായേക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ആ വാല്യൂസ് എന്ന് പറയുന്നതൊക്കെ 0 ആണ്. x of 1 0 ആണ്, x of 2 0 ആണ്, x of 3 0 ആണ്, x of 4 0 ആണ്. It has only value at x of 0, that is at n equal to 0, that is x0. Then at n equal to -1, that is x of -1. Then n equal to -2, that is x of -2. അതിന് മാത്രമേ വാല്യൂസ് ഉള്ളൂ, പോസിറ്റീവ് വാല്യൂസ് ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ n equal to -∞ തൊട്ട് 0 വരെയുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ സീരീസ് എക്സ്പാൻഡ് ചെയ്താൽ മതി. അതിപ്പോൾ നമ്മൾ എഴുതുന്ന സീക്വൻസ് എന്ന് പറയുന്നത് -∞ തൊട്ട് തുടങ്ങുന്നതിന് പകരം we can start with from 0 to -∞. 0 തൊട്ട് -∞ വരെയുള്ള വാല്യൂസ് ഇവിടെ സീക്വൻസ്, കാരണം അത് ഇങ്ങനെ എഴുതിയാലും തിരിച്ചെഴുതിയാലും ആൻസർ സെയിം ആണ്. സോ വി ക്യാൻ comfortably write that as x of z is equal to x of 0, that is 1, x of 0 അത് ടേം അങ്ങനെ എഴുതാം, x of 0 into z raised to 0 into z raised to 0 into z raised to 0 plus x of 1 into z raised to -1. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഉള്ളൂ, അതുകൊണ്ട് -1 തൊട്ടുള്ള വാല്യൂസ് എഴുതിയാൽ മതി. സോ x of -1 സോറി, x of +1 അല്ല -1, x of -1 into z raised to -1. So n വാല്യൂ -1 ഇട്ടാൽ it becomes x of -1 into z raised to -1. So x of -1 is into z raised to -1 plus x of -2 into z raised to -2 plus ഒരു ടേം കൂടെ, രണ്ട് ടേം കൂടെ ഉണ്ട്, x of -3യും x of -4ഉം കൂടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്ലസ് x of -3 into z raised to -3 plus x of -4 into z raised to -4 plus ഇവിടെ റിമൈനിങ് ടേംസ് 0 ആയതുകൊണ്ട് നമുക്കിവിടെ +0 എന്നിടാം അല്ലേ, +0 എന്നിടാം. ഇനി നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ can write this is capital X of Z equal to x of 0 എന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് വാല്യൂ നമുക്ക് നോക്കാം. സോ given x of 0 is equal to 1, the value of x of 0 is 1, so 1 into z raised to 0, that is any number raised to 0 is 1, so that is 1 itself. So 1 into 1 എന്ന് നമുക്ക് എഴുതാം. പ്ലസ് അടുത്ത ടേം ഇവിടെ x of -1 into z raised to -1. So what is the value of x of -1? The value of x of -1 is 0. So that is 0 into z raised to -1 plus x of -2. So value of x of -2. What is the value of x of -2? The value of x of -2 is equal to -1. So -1 into z raised to -2. Z raised to -2 plus x of -3. So what is the value of x of -3? ഇവിടെ x of -3 എന്ന് പറയുന്നത് equal to -2 ആണ്. So x of -3 equal to -2. So -2 into എത്രയാണ്, z raised to -3, z raised to -3, then plus അടുത്ത വാല്യൂ x of -3 കഴിഞ്ഞാൽ അടുത്തത് x of -4.
So x of minus 4. What is the value of x of minus 4? The value of x of minus 4 equal to minus 3. So that is minus plus minus 3 into z raised to minus 4 plus 0. ഇപ്പോൾ റിമൈനിങ് ടേംസ് ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് പ്രോബ്ലം ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇനി ഇതിൻ്റെ ഫൈനൽ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ഫൈനൽ ഫോമിലേക്ക് നമ്മൾ എത്തും. അതായിരിക്കും എൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദറ്റ് ഈസ് capital X of Z equal to one into 1, that is 1. That is 1 plus അടുത്തത് 0 into z raised to minus 1. So that term is 0. Second term is 0. അടുത്തത് 1 plus 1 minus 1 into plus minus 1 into plus minus 1 into z raised to minus 2. അതെന്താണ്? That is minus z raised to minus 2. That is minus z raised to minus 2. ഇപ്പോൾ പ്ലസ് എന്നുള്ളത് ഇവിടെ രണ്ടാമത്തെ ടേം ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട. പകരം മൈനസ് z raised to minus 2. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇക്വേഷൻ എഴുതിയ സമയത്ത് z raised to മൈനസ് n എന്നുള്ള ടേമിൽ, നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ z raised to മൈനസ് n എന്നുള്ളത് ടേം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് അത് ഓൾറെഡി നെഗറ്റീവ് ആയി. അത് ഫോർ എക്സാമ്പിൾ വെൻ n equal to 0, that is z raised to 0 minus 0, that is the same as z raised to 0. When n equal to 1, the value is z raised to n equal to 1, that is z raised to minus 1. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ആണുള്ളത്. എന്നിൻ്റെ വാല്യൂസ് എല്ലാം 0യും നെഗറ്റീവ് വാല്യൂസാണ്. അപ്പോൾ 0യുടെ എഴുതിയത് കറക്റ്റാണ്, പക്ഷേ ഇവിടെ നെഗറ്റീവ് വാല്യൂസിനനുസരിച്ച് ഇസെറ്റിൻ്റെ വാല്യൂസ് ഇവിടെ പോസിറ്റീവ് ആകും. സോ ദാറ്റ് ഇസ് സിംപ്ലി യു ക്യാൻ ടേക്ക് ദിസ് ആസ് z raised to n എന്നുള്ള സ്ഥലത്ത് z raised to minus of minus 1 എന്ന് പറയും അല്ലേ. ഇവിടെ ദിസ് ബിക്കംസ്, ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാതെ ദാറ്റ് ഈസ് z of minus 1 എന്ന് വരും. കാരണം ഇവിടെ മൈനസ് n എന്നാണുള്ളത്. ഈ മൈനസ് n വന്നതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ മൈനസ് 1 ആയാൽ ദാറ്റ് ബിക്കംസ് ദാറ്റ് ഇസ് മൈനസ് ഇൻറ്റു മൈനസ് 1. സോ ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് 1 ഓർ ദാറ്റ് ഈസ് z raised to 1. അപ്പോൾ ഇത് സിമിലറായിട്ട് ഇപ്പുറത്ത് നമുക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് z raised to z raised to minus of minus 2, then ഇവിടെ z raised to minus of minus 3, then അടുത്തത് z raised to minus of minus 4. അവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണത്. സോ ഇവിടെ അപ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം പ്ലസ് വാല്യൂസ് ആകും അല്ലേ. ഇതെല്ലാം z raised to മൈനസ് ഇൻറ്റു മൈനസ് 1 എന്നുള്ളത് ദാറ്റ് ബിക്കംസ് പ്ലസ് 1. സോ ദാറ്റ് ബിക്കംസ് പ്ലസ് 1. ദെൻ ഇവിടെ z raised to മൈനസ് ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്നത് പ്ലസ് 2 ആകും അല്ലേ. z raised to പ്ലസ് 2. ഓക്കെ, അടുത്തത് z raised to മൈനസ് ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്ലസ് z raised to പ്ലസ് 3. z raised to പ്ലസ് 3. അടുത്തത് z raised to മൈനസ് ഇൻറ്റു മൈനസ് 4, ദാറ്റ് ബിക്കംസ് പ്ലസ് 4. z raised to പ്ലസ് 4. ഓക്കെ, സോ നമുക്ക് ഇപ്പുറത്തേക്ക് അത് കറക്ഷൻ വരുത്താം. സോ ദാറ്റ് ഈസ് ആദ്യത്തെ ടേമിൽ ദാറ്റ് ഈസ് z raised to ഫസ്റ്റ് ടേം 1 അങ്ങനെ തന്നെ കിട്ടും. 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 നമ്മളവിടെ എഴുതി. x of z ഈക്വൽ ടു 1. ദെൻ അടുത്തത് 0 ഇൻറ്റു z raised to പ്ലസ് 1, ദാറ്റ് ഈസ് സെയിം ആസ് 0 അല്ലേ. 0 ഇൻറ്റു എനി നമ്പർ ഇസ് 0. സോ സെക്കൻഡ് ടേം പ്ലസ് 0 എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം, അത് ഫുൾ സ്റ്റെപ്പ് എഴുതി പോകാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ z raised to മൈനസ് n എന്നുള്ളത് ഒറിജിനൽ ഇക്വേഷനിൽ അത് അങ്ങനെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ എന്നിൻ്റെ വാല്യൂസ് ഇവിടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്നിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവ് വാല്യൂസാണ് അല്ലേ. 0 വാല്യൂ ഉണ്ട്, മൈനസ് വാല്യൂസുമാണ്. അതുകൊണ്ട് ഇവിടെ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് z raised to മൈനസ് ഓഫ് മൈനസ് എന്ന് വരും അല്ലേ.
z raised to minus of minus 1, z raised to minus of minus 2, z raised to minus of minus 3, z raised to minus of minus 4. കാരണം n-ൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂസ് ആണ്, മൈനസ് വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഇത് നെഗറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് n ഈക്വൽ ടു 0 ഉണ്ട്, വാല്യൂ ഉണ്ട്, പിന്നെ നെഗറ്റീവാണ്. n ഈക്വൽ ടു -1, -2, -3, -4 അങ്ങനെ നെഗറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് അത് ഈക്വേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഈ ഈക്വേഷൻ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് മൈനസ് എന്ന് പറയുന്ന സൈൻ ഇവിടെ കിടപ്പുണ്ട്, n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് -1 ആണ്. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ഓഫ് -1 ഈ ഫോമിൽ വരും. ദാറ്റ് ബിക്കംസ് മൈനസ് ഓഫ് -1, then minus of -2, then minus of -3 and minus of -4. So that becomes minus into minus becomes plus എല്ലായിടത്തും. So that becomes z raised to 1, z raised to 2, z raised to 3 and z raised to 4. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഫസ്റ്റ് ടേം എഴുതി 1 into 1 equal to 1 പ്ലസ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 0 into z raised to 1 which is 0 itself. So that is 1 plus 0 plus അടുത്തത് -1 into z raised to 2. So that is minus z raised to plus 2. That is z raised to 2 itself. Minus z raised to 2. So that is minus z raised to 2 minus z raised to 2. Z square. Z square. അടുത്ത ടേം -2 into z raised to 3. So that is simply minus plus into minus minus. So minus 2z raised to 3. Minus 2z raised to 3. Minus 2z raised to 3. അല്ലേ? അടുത്തത് നെക്സ്റ്റ് ടേം -3 into z raised to 4 plus 4. That is simply plus into minus becomes minus. So minus 3z raised to 4. Minus 3z raised to. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഇപ്പോൾ ഒന്നുകൂടെയും ഇത് 0 എന്നുള്ളത് ഒന്ന് ഫൈനലൈസ് ചെയ്യാം. നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാം. ദിസ് x plus of z equal to 1 minus z square minus 2z raised to z raised to 3. 2z raised to 3 minus 3z raised to 4. So which is the final answer. ഇപ്പോൾ ഫൈനൽ ആൻസർ കിട്ടി. ഇനിയിപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് കൂടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ROC വിച്ച് ഇസ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ഓഫ് ദി ആൻറ്റി കോസൽ സീക്വൻസ്. സോ ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ്ലി നമ്മൾ ROC റീജിയൻ ഓഫ് കൺവേർജൻസ് കൂടെ കണ്ടുപിടിക്കാം. സോ ഹിയർ ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം. സോ ഇവിടെ z സ്ക്വയർ, z raised to 3, z raised to 4 ഈ രീതിയിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് വാല്യൂസ് n equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ് വെൻ n equal to 0 ആൻഡ് n equal to പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ n ഇവിടെ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? 0 കൊടുത്താൽ ദിസ് കൺവേർജസ് അല്ലേ? 0 എന്നുള്ള വാല്യൂ കൊടുത്താൽ ദിസ് ബിക്കംസ് z raised to 0, z raised to 0, z raised to 0. ദാറ്റ് ഈസ് 1 minus z raised to 0. ദാറ്റ് ഈസ് 1 minus 1. ദാറ്റ് ഈസ് 0 എന്നായിപ്പോൾ ഇവിടെ അല്ലേ? 0 എന്ന് കിട്ടും, ഇൻഫിനിറ്റി കിട്ടില്ല, 0 എന്ന് കിട്ടും. ഇവിടെ പിന്നെ ഇവിടെ z raised to 0, ദാറ്റ് ഈസ് അഗൈൻ 1. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസിൽ അത് 2 into z raised to z equal to 0 ഇട്ടാൽ ഇവിടെ കിട്ടുന്നത് ഇത് 0 കിട്ടും, z സ്ക്വയർ z ക്യൂബ് 0 കിട്ടും, z raised to 4 0 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? ഇത് 0 minus 2 into 0 minus 3 into 0. So that is simply 1 minus 0 minus 0 minus 0. So series converges for value z equal to 0. z equal to 0 ആവുന്ന സമയത്ത് വാല്യൂ കൺവേർജ് ചെയ്യും. ഇനി z equal to ഇൻഫിനിറ്റി ആവുന്ന സമയത്തോ എന്ത് സംഭവിക്കും? ഇവിടെ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ദിസ് ബിക്കംസ് ഇൻഫിനിറ്റി സ്ക്വയർ അല്ലേ? z equal to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി സ്ക്വയർ, ഇൻഫിനിറ്റി ക്യൂബ്, ഇൻഫിനിറ്റി raised to 4. അപ്പോൾ ദി എൻറ്റയർ ടേം ദിസ് ബിക്കംസ് ഇൻഫിനിറ്റി. സോ ദാറ്റ് ബിക്കംസ് 1 minus ഇൻഫിനിറ്റി minus 2 ഇൻഫിനിറ്റി minus 3 ഇൻഫിനിറ്റി ആൻഡ് സോ ഓൺ. അപ്പോൾ ദാറ്റ് ഈസ് സിംപ്ലി 1 minus ഇൻഫിനിറ്റി minus ഇൻഫിനിറ്റി minus ഇൻഫിനിറ്റി. ഇപ്പോൾ ഇൻഫിനിറ്റി വാല്യൂസ് വരുന്ന സമയത്ത് 1ൽ നിന്നും ഇൻഫിനിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0 അല്ലേ? ഇൻഫിനിറ്റി ആണ് 1നേക്കാൾ കൂടുതൽ അല്ലേ? 1നേക്കാൾ കൂടുതൽ ഇൻഫിനിറ്റി ആയതുകൊണ്ട്
ഇവിടെ നമുക്ക് ഈ കിട്ടുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. 1ൽ നിന്നാണ് ഇൻഫിനിറ്റി മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദാറ്റ് വിൽ കൺവേർജ്, ഷുവർലി കൺവേർജ്. ആൻഡ് വാട്ട് അബൌട്ട് 0 ഇടുന്ന സമയത്തും ഇവിടെ 0 സ്ക്വയർ 0 ക്യൂബ് 0 റൈസ് ടു 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വരുമ്പോൾ അതിനകത്തൊരു ഫൈനൈറ്റ് വാല്യൂ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 1 മൈനസ് 0 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. പക്ഷേ അതിനൊരു 1 എന്നുള്ളൊരു വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇനി ഇവിടെ എല്ലാ വാല്യൂസിനും പിന്നെ we can say the series will converge. The series will converge. Whereas ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത് 1 മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് ഇൻഫിനിറ്റി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. Therefore that goes to a minus infinity. Negative minus infinity like പോകും. So again you can see that when you are substituting value z equal to infinity, the series will diverge. അല്ലേ? അപ്പോൾ ഇവിടെ അല്ലാത്ത 0 വാല്യൂസ് ഇടുന്ന സമയത്ത് 0 ഇടുന്ന സമയത്ത് ദിസ് ബിക്കംസ് 1 മൈനസ് 0 എന്നുള്ള ഫോമിലും അപ്പോഴും സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്നിന് നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ഏത് വാല്യൂ ഇട്ടാലും, ഇൻഫിനിറ്റി ഒഴികെയുള്ള ഏത് വാല്യൂ ഇട്ടാലും, ഏത് വാല്യൂ നമ്മളുടെ ഇസഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇസഡ് ഈക്വൽ ടു 1 ഇട്ട് നോക്കാം. 1 ഇടുമ്പോൾ എന്ത് വരും? 1 മൈനസ് 1 സ്ക്വയർ മൈനസ് 1 ക്യൂ 2 ഇൻറ്റു 1 ക്യൂബ് minus 3 into 1 z raised to 4, that is 1 raised to 4, that is simply 1 minus 1 minus 2 minus 3. അപ്പോഴും ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ യു ഗെറ്റ് എ ഫൈനൈറ്റ് വാല്യൂ when you substituting z equal to 1 or z equal to 2 and so on. And even for negative values also you are getting finite values. Okay, so we can say that the x of z, capital X of z converges for all values of z, except at z is equal to infinity, except at z equal to infinity. So that completes the problem. The next problem നമുക്ക് ചെയ്യേണ്ടത് 2-sided sequence ആണ്. ഇപ്പോൾ എടുത്ത 2 സീക്വൻസ് തന്നെ നമുക്ക് കമ്പൈൻ ചെയ്താണ് 2-sided ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ. പ്രോബ്ലം so there is a 2-sided sequence. Discuss about a 2-sided sequence. So a 2-sided sequence is one in which you have both positive as well as negative samples apart from 0. 0 ൽ values ഉണ്ട്, positive samples ഉണ്ട്, negative sample values ഉണ്ട് അല്ലേ? അപ്പോൾ a signal, we can say that a signal, what is a 2-sided sequence? A signal that has finite duration on both left and right sides, is known as 2-sided sequence. സോ നമുക്ക് ഇവിടെ പോസിറ്റീവ് സാമ്പിൾസും നെഗറ്റീവ് സാമ്പിൾസും ഉണ്ടാവും. അത്തരത്തിൽ നമുക്ക് സീക്വൻസിനെ 2-sided സീക്വൻസ് ഉണ്ട്. സോ ലെറ്റ് us perform a problem, do a problem. So question, find the Z transform of the sequence, find the Z transform of the sequence x of n equal to 2, minus 1, 3, 2, 1 with the origin at 1, then 0,
2, 3, -1. ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ്. കാരണം ഇവിടെ പോസിറ്റീവ് സാമ്പിൾസും ഉണ്ട്, നെഗറ്റീവ് സാമ്പിൾസും ഉണ്ട്, 0 അഥവാ ഒറിജിനലും വാല്യൂ ഉണ്ട്. സോ such a sequence is called a two-sided sequence. So it has got the two sides, that is the right hand side as well as the left hand side apart from 0. അപ്പോൾ 0 അഥവാ ഒറിജിനൽ വാല്യൂ ഉണ്ട്, സാമ്പിളിൻ്റെ വാല്യൂ 1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് സാമ്പിൾസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നെഗറ്റീവ് സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത്തരം സിഗ്നലിനെ അല്ലെങ്കിൽ സാമ്പിൾസിനെ സീക്വൻസിനെ നമുക്ക് ടു സൈഡഡ് സീക്വൻസ് എന്ന് വിളിക്കാം. സോ ലെറ്റ് us do the problem. Solution. Given, and we write the samples, given x of n equal to sample values, നമുക്കിത് ഒന്നുകൂടെ എടുത്തെഴുതാം ഒന്നുകൂടെ. that is 2 -1 3, 2, 1 with the origin at 1, then 0, then 2, 3, -1. Okay. Substituting the values already computed. നേരത്തെ നമ്മൾ ചെയ്ത വാല്യൂസ്. ഇപ്പോൾ ഇത് നേരെ നമുക്ക് ഇനി ഇത്ര ഡീറ്റെയിൽ സ്റ്റെപ്സ് ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൻ്റെ കോമ്പിനേഷനായിട്ട് എടുക്കാം നമുക്ക് നോക്കാം. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ഇതൊക്കെയാണ്. ഇത് നെഗറ്റീവ് സാമ്പിൾസ് എന്ന് പറയുന്നത് -3, -2, -1, 0, 1. ഇത് ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ് നമ്മളിവിടെ എഴുതിക്കണം. അത് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. ഇല്ല, വാല്യൂസ് ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു. വാല്യൂസ് ഡിഫറൻ്റ് ആണ്. റൈറ്റ് ഹാൻഡ് സീക്വൻസ് അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് 1 0 1 0 ഇല്ല, അവിടെയും വ്യത്യാസമുണ്ട്. 2 3. അപ്പോൾ ഓക്കെ. സോ ഒരു ന്യൂ സീക്വൻസ് തന്നെയാണ് നമുക്ക് തേർഡ് പ്രോബ്ലത്തിലുള്ളത്. കുഴപ്പമില്ല, നമുക്കത് ഇത് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂസ്. അതായത് ഒറിജിൻ x of 0യിൽ ദ വാല്യൂ ഈസ് 1, x of -1 വാല്യൂ ഈസ് 2, x of -2ൽ വാല്യൂ ഈസ് 3, x of -3 വാല്യൂ ഈസ് -1, x of -4 വാല്യൂ ഈസ് 2. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകണമെങ്കിൽ x of 0യിൽ ഓൾറെഡി 1 ആണെന്ന് പറഞ്ഞു. x of 1 വാല്യൂ ഈസ് 0, x of 2 the value is 2, x of 3 the value is 3, x of 4 the value is -1. So you can do it by yourself. There is no complication. ഇവിടെ നമുക്ക് x of z, ക്യാപിറ്റൽ x of z കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ x of z നമുക്ക് സീരീസ് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ജനറൽ ഇക്വേഷൻ ഒന്നുകൂടെ ഇവിടെ എടുത്തെഴുതാം. ക്യാപിറ്റൽ x of z is equal to സിഗ്മ, അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ജനറൽ ഇക്വേഷൻ, n is equal to -infinity to +infinity x of n z raised to -n. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സീക്വൻസ് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, 0ൽ വാല്യൂ ഉണ്ട്. സോ നെഗറ്റീവ് വാല്യൂസ് അപ് ടു -1, -2, -3, -4 വരെ, പോസിറ്റീവ് വാല്യൂസ് അപ് ടു +1, +2, +3, +4 വരെ. +4 വരെ സാമ്പിൾസ് ഉണ്ട്, -4 വരെ സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ സ്റ്റെപ്സ് തന്നെ എഴുതി പോവുകയാണെങ്കിൽ x of 0 ഈക്വൽ ടു എത്രയാണ്? x of 0 is equal to 1, then x of 0 equal to 1. അടുത്ത x of 1 equal to 0, x of 1 equal to 0, x of 1 equal to 0. then അടുത്തത് x of 2 is equal to 2,
x of 2 is equal to 2. And the x of 3 equal to x of 3 equal to 3. അടുത്തത് x of 4 equal to -1. x of 4 equal to -1. ഇനി നെഗറ്റീവ് വാല്യൂസ് എഴുതാം. x of -1. x of -1 equal to എത്രയാണ്? x of -1. So x of 0 ഓൾറെഡി 1 നമ്മൾ എഴുതി കഴിഞ്ഞു. x of -1 equal to 2. x of -1 equal to 2. അടുത്തത് x of -2 equal to x of -2 എത്രയാണ്? x of -2 equal to 3. x of -2 equal to 3. അടുത്തത് x of -3 equal to x of -3 എത്രയാണ്? x of -1, x of -2, x of -3. x of -3 equal to -1. equal to -1. Then അടുത്തത് x of -4 equal to എത്രയാണ്? x of -4 equal to 2 ആണ്. So x of -4 equal to 2 എഴുതി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സീരീസ് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു -∞ പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. ഇവിടെ എന്നിന് മൈനസ് ടു പ്ലസ് വരെ വാല്യൂസ് കൊടുക്കണം. എക്സ് ഓഫ് എന്നും ഇസഡ് റേസ് ഇവിടെ റേസ് ടു -n ആ വാല്യൂസ് ഇവിടെ കൊടുക്കാം. കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇനീഷ്യലി 0 തൊട്ടിടാം. 0 തൊട്ട് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് വാല്യൂസ് ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് ആദ്യം 0യും പോസിറ്റീവ് വാല്യൂസും കൊടുക്കാം. നമുക്ക് 0യും പോസിറ്റീവ് വാല്യൂസ് കൊടുത്താൽ x of 0. So when n equal to 0 we have x of 0 into z raised to 0 അല്ലേ? സോ x of 0 into z raised to 0 അങ്ങനെ എഴുതാം. സോ പ്ലസ് അടുത്തത് പോസിറ്റീവ് വാല്യൂസ് നമ്മൾ കൊടുത്താൽ നമുക്ക് n ഈക്വൽ ടു +1 കൊടുത്തു കഴിഞ്ഞാൽ we get x of 1 into z raised to minus of +1, that is -1. So x of 1 z raised to -1. x of 1 z raised to -1 plus അതുപോലെ ഇനി സീരീസ് എക്സ്പാൻഡ് ചെയ്താൽ മതി. x of 2 z raised to -2 plus x of 3 x of 3 z raised to -3 plus x of 4 z raised to -4. ഓക്കെ. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് എഴുതാം. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കണം ഇവിടെ അല്ലേ? നെഗറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. at n equal to -1 that becomes x of -1 z raised to minus of -1, that is z raised to +1. So x of -1 z raised to 1. x of -1 z raised to 1. then ഇപ്പുറത്തേക്ക് ഇതേപോലെ പോവുകയാണെങ്കിൽ x of -2 z raised to 2. അടുത്തത് x of -3 z raised to 3. പിന്നെ ഇവിടെ പ്ലസ് വാല്യൂസ് x of -4 z raised to 4. ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാമ്പിൾസ് ഒന്നുകൂടെ ഇവിടെ എഴുതാം. ഒരു ഓർഡറിലേക്ക് എഴുതാം. അതായത് ഇവിടെ നിന്നിട്ട് കുറച്ച് സ്പേസ് ഇവിടെ കുറവ് വന്നുകൊണ്ട് x of -4 z raised to 4
plus x of minus 2 z raised to 2 plus x of minus 1 x of minus 1 z raised to 1 plus x of 0 z raised to 0 plus x of 1 z raised to minus 1 plus x of 2 z raised to minus 2 plus x of 3 z raised to minus 3 plus x of 4 z raised to minus 4. ഓക്കെ, ഇത്രയും സാമ്പിൾസ് നമ്മളിവിടെ ഇത്രയും സാമ്പിൾസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓരോന്നിനും വാല്യൂ, അതായത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, കൂടാതെ എക്സ് ഓഫ് മൈനസ് 1, എക്സ് ഓഫ് മൈനസ് 2, എക്സ് ഓഫ് മൈനസ് 3, എക്സ് ഓഫ് മൈനസ് 3 ഇവിടെ ടേം എക്സ് ഓഫ് മൈനസ് 3 വിട്ടുപോയി. സോ ദിസ് ഈസ് അതിലിവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് ഇത് സെയിം തന്നെയാണ് മേളിൽ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ്, വ്യത്യാസമൊന്നുമില്ല. കാരണം അവിടെ സ്ഥലം ഒരു ലൈനിൽ എഴുതാനായിട്ട് ശ്രമിച്ചതാണ്, അപ്പോൾ ഇവിടെ സ്പേസ് തികഞ്ഞില്ല. 2 ലൈനായിട്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ ദറ്റ് ഈസ് എക്സ് ഓഫ് മൈനസ് 4 z raised to 4 പ്ലസ് എക്സ് ഓഫ് മൈനസ് 3 z raised to 3 പ്ലസ് എക്സ് ഓഫ് മൈനസ് 2 z raised to 2 പ്ലസ് എക്സ് ഓഫ് മൈനസ് 1 z raised to 1 പ്ലസ് എക്സ് ഓഫ് 0 z raised to 0 പ്ലസ് എക്സ് ഓഫ് 1 z raised to minus 1 പ്ലസ് എക്സ് ഓഫ് 2 z raised to minus 2 പ്ലസ് എക്സ് ഓഫ് 3 z raised to minus 3 പ്ലസ് എക്സ് ഓഫ് 4 z raised to minus 4. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഓരോന്നിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഓഫ് 0യുടെ വാല്യൂ എത്രയാണ്? എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സോ ഇവിടെ അറിയാം എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് instead of x of 0, so that is 1 into z raised to 0, that is 1 into any number raised to 0 is 1, that is 1 into 1. ഇവിടെ നമുക്ക് എഴുതാം this is 1 into 1 plus അടുത്തത് x of 1ൻ്റെ വാല്യൂ. what is x of 1 value? the x of 1 value is 0, so that is 0 into x of 1 is 0 into z raised to minus 1 into z raised to minus 1 plus അടുത്തത് x of 2. what is x of 2? x of 2 equal to plus 2, that is 2 into z raised to minus 2. അടുത്തത് പ്ലസ് x of 3. x of 3യുടെ വാല്യൂ എത്രയാണ്? x of 3യുടെ വാല്യൂ that is equal to 3, so that is 3. so x of 3 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x of 3 equal to 3 into z raised to minus 3 plus 3 into z raised to minus 3 plus x of 4ൻ്റെ വാല്യൂ. x of 4ൻ്റെ വാല്യൂ എത്രയാണ്? x of 4ൻ്റെ വാല്യൂ is equal to minus 1, so minus 1 is into z raised to minus 4 plus minus 1 into z raised to minus 4. ഓക്കെ, ഇനി ഇവിടെ പുറത്തേക്കുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള വാല്യൂസ് എഴുതാം. ഇവിടെ എക്സ് ഓഫ് മൈനസ് 1, എക്സ് ഓഫ് 0 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഓഫ് 0 ഇൻറ്റു z raised to 0 ആണ്. 1 ഇൻറ്റു 1 കിട്ടി. എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1, അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 1. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ദറ്റ് ഈസ് അടുത്ത വാല്യൂ, അടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് 1 z raised to 1 ആണ്. സോ എക്സ് ഓഫ് മൈനസ് 1 എത്രയാണ്? എക്സ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 2, സോ 2 ഇൻറ്റു z raised to 1, സോ ദറ്റ് ഈസ് 2 ഇൻറ്റു z raised to 1 പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് എക്സ് ഓഫ് മൈനസ് 2 z raised to 2. സോ എക്സ് ഓഫ് മൈനസ് 2 എത്രയാണ് ഇവിടെ? എക്സ് ഓഫ് മൈനസ് 2യുടെ വാല്യൂ 3 ആണ്. സോ ദാറ്റ് ഈസ് 3 ഇൻറ്റു z raised to 2, 3 ഇൻറ്റു z raised to 2 or z സ്ക്വയർ, 3 ഇൻറ്റു z സ്ക്വയർ. അടുത്തത് നെക്സ്റ്റ് വാല്യൂ എന്താണ്? അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് 3 z raised to 3 ആണ്. എക്സ് ഓഫ് മൈനസ് 3 z raised to 3 ആണ്. എക്സ് ഓഫ് മൈനസ് 3 എത്രയാണ്? എക്സ് ഓഫ് മൈനസ് 3യുടെ മൈനസ് 1 ആണ്. സോ ദാറ്റ് ഈസ് മൈനസ് 1 ഇൻറ്റു z raised to 3, മൈനസ് 1 ഇൻറ്റു z raised to 3. ഇനി അടുത്ത ഒരു വാല്യൂ കൂടെ ഉണ്ട്, പ്ലസ് എക്സ് ഓഫ് മൈനസ് 4, എക്സ് ഓഫ് മൈനസ് 4 ഇൻറ്റു z raised to 4. സോ വാട്ട് ഈസ് എക്സ് ഓഫ് മൈനസ് 4 ഈക്വൽ ടു? എക്സ് ഓഫ് മൈനസ് 4 ഈക്വൽ ടു 2 അല്ലേ? എക്സ് ഓഫ് മൈനസ് 4 ഈക്വൽ ടു 2, സോ 2 ഇൻറ്റു z raised to 4, സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു z raised to 4.
അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വാല്യൂസായി. നമുക്കിനി ഫൈനൽ ആൻസറിലേക്ക് എത്താം. സോ ദിസ് ഈസ് ഈക്വൽ ടു that is minus 1 ആദ്യത്തെ ടേം വരുന്നത് 2 into z raised to 4, 2 into z raised to 4, that is 2z raised to 4, 2z raised to 4. അടുത്തത് minus 1 into z raised to 3, that is minus z raised to 3, minus z raised to 3. അടുത്തത് 3 into z raised to z square, 3 into z square plus 3 into z square is plus 3z square plus 3z square plus അടുത്തത് 2 into z raised to 1, that is 2z plus 2z plus അടുത്ത ടേം എന്ന് പറയുന്നത് 1 into 1, that is 1 plus 1. അടുത്ത ടേം എന്ന് പറയുന്നത് 0 into z raised to minus 1, that is 0. സോ പ്ലസ് 0. അപ്പോൾ ഇവിടെ ഞാൻ 0 എന്ന് പറയുന്നത് പ്ലസ് 0 എന്ന് എഴുതുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് അവോയ്ഡിങ് ദാറ്റ്. സോ ഈ ടേം നമുക്ക് 0 0 0 ആയതുകൊണ്ട് ഇവിടെ എഴുതുന്നില്ല. ദാറ്റ് ഈസ് 0 ആയി. പ്ലസ് 0 എന്നാകട്ടെ. പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു എന്നാണ് വരും. 2 ഇൻറ്റു z raised to 2 എന്ന് പറയും. അപ്പോൾ ഈ ടേം എന്തായാലും നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ഇത് എഴുതേണ്ടതില്ല. അപ്പോൾ സോ 0 ഇൻറ്റു സിൻസ് 0 ഇൻറ്റു 2 z raised to minus 1 is 0. സോ അടുത്ത ടേം എഴുതാം പ്ലസ് 2 ഇൻറ്റു z raised to minus 2. അപ്പോൾ 2 ഇൻറ്റു z raised to minus 2 is 2 z raised to minus 2, 2 z raised to minus 2. അടുത്തത് ടേം പ്ലസ് 3 ഇൻറ്റു z raised to minus 3, that is 3 z raised to minus 3 plus 3 z raised to minus 3. അടുത്ത ടേം പ്ലസ് മൈനസ് 1 ഇൻറ്റു z raised to minus 4, that is plus into minus becomes minus, minus z raised to minus 4, minus z raised to minus 4. So this completes the problem. Answer കിട്ടി. ഇനി നമുക്കിവിടെ ROC പറഞ്ഞിട്ടുണ്ട്, ROC ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം 0യിൽ വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് n = 0യിൽ വാല്യൂ 1 ആണ്. അതുപോലെ n = പോസിറ്റീവ് വാല്യൂസിൽ അതായത് 1 n = 1 n = 2 n = 2 പോസിറ്റീവ് വാല്യൂസ് ഇവിടെ ഉണ്ട്. പിന്നെ നെഗറ്റീവിൽ n = -1 n = -2 n = -3 അതിലൊക്കെ വാല്യൂസ് ഇവിടെ നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. സോ ഇതിനെ നമ്മൾ 2 സൈഡഡ് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ 2 സൈഡഡ് സീക്വൻസിൽ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ കിട്ടിയ റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ട് കണ്ടീഷൻസ് ഇവിടെ വരും. അത് z ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തത് സീരീസ് കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z എക്സെപ്റ്റ് അറ്റ് z = 0 എന്നാണ് ആദ്യത്തെ പ്രോബ്ലത്തിൽ എടുത്തത് അല്ലേ. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് സീക്വൻസ് നമുക്ക് കിട്ടിയത് പോസിറ്റീവ് സീക്വൻസ്. അവിടെ പോസിറ്റീവ് സീക്വൻസിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് ഓഫ് z കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z എക്സെപ്റ്റ് അറ്റ് z = 0. ശ്രദ്ധിച്ചല്ലോ. സോ ദി സീരീസ് എക്സ് പ്ലസ് ഓഫ് z കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z എക്സെപ്റ്റ് അറ്റ് z = 0. അപ്പോൾ എക്സെപ്റ്റ് z = 0 ബാക്കി എല്ലാ വാല്യൂസിനും സീരീസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഓഫ് z ഈ സീരീസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും. ഇനി അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസിൽ എന്താണെന്ന് നോക്കിക്കേ. ആൻസർ കിട്ടിയിട്ടുള്ള ROC കിട്ടുമ്പോൾ ROC പറയുന്നത് എക്സ് ഓഫ് z കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z എക്സെപ്റ്റ് അറ്റ് z = ഇൻഫിനിറ്റി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇത് സീരീസ് കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z അറ്റ് z = ഇൻഫിനിറ്റി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 2 സൈഡഡ് സീക്വൻസസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് അറ്റ് z = 0യിലും അറ്റ് z = ഇൻഫിനിറ്റിയിലും ഒഴികെ ബാക്കിയുള്ള വാല്യൂസിന് എക്സ് ഓഫ് z
converge ചെയ്യും. So we can say that in the third problem, that is in which contains both negative and positive value samples, or both contains both right hand and left hand samples, we can say that the x of z converges, capital X of z converges for all values of z at all values of z except at z is equal to 0 and z is equal to infinity. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ, ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ ആർ ഒ സി വരുന്നത്. സോ ദ സീരീസ് എക്സ് ഓഫ് ഇസഡ് കൺവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് എക്സെപ്റ്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി. So with this we stop this session. I will continue in the next class. അടുത്ത സെഷൻ ഞാൻ സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ലൈവ് എടുക്കാൻ നോക്കാം. ഉച്ച കഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്, ഇപ്പോൾ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ മഴയോ ഇടിമിന്നലോ ഒക്കെ വരികയാണെങ്കിൽ ക്ലാസ് ഡിസ്റപ്റ്റ് ആവും. സോ വിത്ത് ദിസ് ഐ stop this session. Let us continue in the next session. Thanks for watching the video.